ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് പുറത്തുനിന്നാണ് ലഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരെയാണ് റെസ്റ്റോറൻറ്റ്. മലയാളി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ പരിസരത്തൊക്കെ കുറച്ച് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, മലയാളി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിച്ചതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടത്തതാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ഒരു തവണ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, മീൽസാണ് കഴിച്ചതല്ലേ. അന്ന് നല്ല ഫുഡായിരുന്നു, നമുക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്ക് പുറത്തുപോയി കഴിച്ചാലോ എന്ന് വിചാരിക്കുവാണ്. ഇടയ്ക്ക് ഇതുപോലെയൊക്കെയുള്ള ഓരോ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. എന്ത് പറയാനാ, നടക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്നിട്ട് അങ്ങ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്കൊരു വീഡിയോയിൽ കാണാം. ഓക്കെ. നല്ല പൊരിഞ്ഞ വെയിലും ട്രാഫിക് ബ്ലോക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അങ്ങറ്റത്ത് കാണുന്ന ആ ഒരു ചെറിയ ബിൽഡിംഗാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇടിയപ്പം എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഒരു 3 മണി സമയം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിക്ക നാടൻ വിഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഫിഷിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം പുറത്ത് നിൽക്കേണ്ടി വന്നു. നല്ല വെയിലായിരുന്നു, എൻ്റെ അമ്മോ. പിന്നെ ഞങ്ങൾ അകത്ത് കയറി എന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചോറ് കഴിക്കാനാണ് തോന്നിയത്. സദ്യയായിരുന്നു. അങ്ങനെ ഞാൻ ചോറ് മേടിച്ച് കഴിച്ചു. നവീൻ ചേട്ടൻ പൊറോട്ടയും ക്രാബ് റോസ്റ്റും പിന്നെ ചിക്കൻ്റെ എന്തോ 65 കബാബോ അങ്ങനെ എന്തോ ആണ് മേടിച്ച് കഴിച്ചത്. ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ വന്നപ്പോൾ തോന്നിയില്ല. ഈ ഞണ്ട് റോസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴും കഴിച്ചതായിരുന്നു. അന്ന് നല്ല ഫ്ലേവറും ചെറിയൊരു സ്വീറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഞങ്ങൾക്ക് രണ്ടാൾക്കും മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനൊരു ബിരിയാണി പാഴ്സലൊക്കെ മേടിച്ചു. ആദ്യം വന്നപ്പോഴും ഞാൻ ഇവിടെ നിന്നൊരു ബിരിയാണി പാഴ്സൽ മേടിച്ചിട്ട് പോയായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലതായിരുന്നു. ഇപ്പോഴും ഞാൻ മേടിച്ചു. ബിരിയാണിയും എനിക്ക് എന്തോ അത്ര ഇങ്ങോട്ട് ഇപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുവാണ്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. കണ്ടോ, കൺപിടിയിലൊക്കെ പൊടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കൺപിടിയിൽ മാത്രമല്ല, ഫേസിലും ഹെയറിലൊക്കെ പൊടിയായിട്ടുണ്ട്. ഇവിടെ നല്ല പൊടിയാണ് കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ബിൽഡിംഗ് പണി നടക്കുന്നു, അതിൻ്റെ പൊടി. പിന്നെ ഈ റോഡ് പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം നല്ല പൊടി അടിച്ച് അകത്ത് കയറുന്നുണ്ട്. നമ്മൾ ഡോറ് തുറന്നിട്ടിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അകത്ത് ഫുള്ള് പൊടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രണ്ട് ഡോർ അങ്ങനെ തുറന്നിടാറില്ല. കാര്യം എനിക്ക് തന്നെ പണി കൂടും, അതുകൊണ്ട്. പിന്നെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് 2-3 കടകളിലൊക്കെ കയറണമായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് എനിക്ക് ഫുള്ള് എല്ലാം ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം അതിനകത്ത് നല്ല തിരക്കായിരുന്നു. അപ്പം അത്രയും ആൾക്കൂട്ടുന്നതിനിടയിൽ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലാണ്. നമ്മൾ ഈ വീടിനകത്ത് നിന്ന് എടുക്കുന്നത് പോലെ അല്ല പുറത്തിറങ്ങുമ്പോൾ. എനിക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.